BJP പ്രകടന പത്രികാ സമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സമിതി ചെയർമാൻ രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തൊക്കെയായിരിക്കും പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ്. കാരണം BJP പറഞ്ഞ കാര്യങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി കഴിഞ്ഞ് പുതുതായിട്ട് എന്തൊക്കെയായിരിക്കാം എന്നുള്ളൊരു ആകാംക്ഷ എപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പ്രകടന പത്രിക കൂടെ ഇന്ന് പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, BJPയുടെ പ്രകടന പത്രികാ സമിതിയുടെ രണ്ടാമത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി ആദ്യത്തെ യോഗം ചേർന്നിരുന്നു. രജനി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ 27-അംഗ സമിതിയുടെ ചെയർമാൻ. കേരളത്തിൽ നിന്നും NDAയുടെ 2 സ്ഥാനാർത്ഥികളും സമിതിയിലുണ്ട്. തിരുവനന്തപുരത്തെ ചെയർമാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ കെ ആന്റണി, അദ്ദേഹം BJPയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹവും ഈ ഒരു 27-അംഗ സമിതിയിലുണ്ട്. എന്തായാലും BJPയും വളരെ വേഗത്തിൽ തന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കാനാണ് ശ്രമിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ ഓൺലൈൻ മാർഗവും അതല്ലാതെ BJPയുടെ വിവിധ സംസ്ഥാന ഘടകങ്ങൾ ജനങ്ങളിൽ നേരിട്ട് നടത്തിയിട്ടുള്ള സമ്പർക്കം, അതിലൂടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മാനിഫെസ്റ്റോ പുറത്തിറക്കും എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ്, പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ട ചില നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാകും BJP 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇറക്കാൻ പോകുന്നത്. അതേസമയം CPIMന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ഉച്ചതിരിഞ്ഞ് 3:30 ഡൽഹിയിൽ AKG ഭവനിൽ CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതോടൊപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്നുകൊണ്ട് പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് CPM നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി.